കെവിൻ പുതപ്പിനടിയിൽ ചെയ്തത് ഷാനവാസ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതും അനീഷിനോട്. കൂടുതൽ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞല്ല. ഞാനത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് റിയാസ് യാത്രയൊക്കെ പറഞ്ഞു പോയി. നമ്മുടെ ഷാനവാസിനെ ഇന്ന് മൈൻഡ് ചെയ്തില്ല. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് കുറച്ച് പേരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും എന്നൊക്കെ റിയാസ് അങ്ങ് പറഞ്ഞ് ഡയലോഗ് അടിച്ചൊക്കെ പോയി. അപ്പോൾ ഷാനവാസിനെ ഉദ്ദേശിച്ചത് കുറച്ച് പേർ ഷാനവാസിനെ ഒന്നും കോണ്ടാക്ട് ഉണ്ടായില്ല. അതിനാണ് കുറച്ച് പേരുമായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് കുറച്ചവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെയാണ് കോണ്ടാക്ട് ഉണ്ടാക്കുന്നത്. അതാണ് അവൻ്റെ മെയിൻ ഉദ്ദേശം. അതങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീഷും ഷാനവാസും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, എടാ ഞാൻ നിന്റെ കുറ്റ സുഹൃത്തായിട്ട് എനിക്ക് ശനിയാഴ്ച എനിക്ക് അറിയണം, ശനിയാഴ്ച എല്ലാത്തിനും തീരുമാനമാകണം ആകും എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷാനവാസ് അനീഷിനോട്. എനിക്കും അത് അറിയണോടാ എന്ന് ഇത് പറയുന്നുണ്ട്. ഞാൻ നിന്റെ ഉറ്റ സുഹൃത്താണെന്ന് എനിക്ക് ശനിയാഴ്ച തെളിയിക്കണം എന്നും അനീഷ് പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസ് പറയുന്നുണ്ട്, എടാ പുതപ്പിൻ്റെ അടിയിൽ നടന്ന കാര്യങ്ങൾ ക്യാമറ കൊണ്ട് കാണാൻ പറ്റുന്നില്ല, പ്രേക്ഷകർ അത് കാണത്തില്ല. പുതപ്പിൻ്റെ അടിയിൽ എന്നാണ് ഷാനവാസ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ക്യാമറ കൊണ്ട് കാണാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ പുതച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ CCTV ഉള്ളതാണ്. നമ്മളിത് പുതച്ചിട്ട് നമ്മളിങ്ങനെ കടന്നു കഴിഞ്ഞാൽ പുതപ്പിൻ്റെ അടിയിലുള്ളതൊന്നും കാണത്തില്ല, പുതപ്പിന് വെളിയിലുള്ള മാത്രമേ ക്യാമറ കണ്ണുകളിൽ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രേക്ഷകർ അത് കാണത്തില്ല എന്നും നമ്മുടെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്. ഇത് സംഭവം വേറൊന്നുമല്ല, ഇത് ലാലേട്ടൻ വരുമ്പോൾ ചോദ്യം ചെയ്യും. പക്ഷേ ഇത് പുറത്ത് വേറെ രീതിയിൽ പോകുന്നതുകൊണ്ട് ചിലപ്പം അവരത് എന്തെങ്കിലും ടിസ്റ്റ് വരുത്തി അത് ആ വരിക്ക് അങ്ങ് വിടാൻ സാധ്യതയുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് സംഭവം നടന്നത് ഇതാണ്. ഈ ഒരു സംഭവമാണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സംഭവം ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പുതപ്പിൻ്റെ അടിയിൽ ഇതാണ് നടന്നത്, ഇതാണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ പുതപ്പ് മൂടി വെച്ച് കിടക്കുമ്പോൾ നമ്മൾ പുതപ്പിനടിയിൽ സംഭവിക്കുന്നത് നമുക്ക് ക്യാമറ കൊണ്ട് പറ്റത്തില്ല. അതാണ് ഷാനവാസ് പറയുന്നത്. എന്തായാലും ഷാനവാസ് ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വെറുതെ ഒരാൾക്കെതിരെ അങ്ങനെ ഷാനവാസ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യമൊക്കെ ഷാനവാസിനെ വിമർശിച്ചു, വെറുതെ പറയുന്നത്. പക്ഷേ എനിക്കിപ്പം അനീഷിനോട് സംസാരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായി പുതപ്പിനടിയിൽ നടന്ന സംഭവം ഇതാണ്. ഈ ഒരു സംഭവമാണ് പുതപ്പിനടിയിൽ കറക്റ്റായിട്ട് നടന്ന കാര്യം. അതുകൊണ്ടാണ് ഷാനവാസ് ഇത്രയായിട്ടും ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ആരുടെ മുന്നിലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ. ഞാൻ ലാലേട്ടനോട് ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ചിലപ്പോൾ ഷാനവാസിനെ പുറത്തേക്ക് പോകാൻ കിട്ടാകാൻ സാധ്യതയുണ്ട്. ഷാനവാസ് ഈ ഒരു ഷോ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ചിലപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഷാനവാസ് അങ്ങനെ ആകാതിരിക്കട്ടെ, ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.